നമ്മുടെ അടുത്തൊരു അടിപൊളി സാധനം കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഹോഷി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ ആണ് ഈ സാധനം. 1/12 സ്കെയിലാണ് സംഭവം. N517B എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. അത്യാവശ്യം നല്ല കിട്ടുമായിട്ട് പറക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ റിവ്യൂന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് അധികം ഇറങ്ങിയിട്ടില്ല ഈ മോഡല്. ജസ്റ്റ് അവർ സാമ്പിൾ മാത്രമാണ് ഇപ്പൊ ഇറക്കിയിട്ടുള്ളത്. ആളൊന്ന് നമുക്ക് നൈസായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്താണ് ഇതിന്റെ പവർ നോക്കാലോ. ടെസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ ട്രാൻസ്മിറ്റർ ആട്ടോ വന്നേക്കണം. ട്രാൻസ്മിറ്റർ കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിപ്പോ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതാട്ടോ ട്രാൻസ്മിറ്റർ തന്നെ. ഇതാണ് സംഭവം. സാധനം കൊള്ളാം. ഇവിടെ നൈസായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈസ്കേയുടെ ഒരു ട്രാൻസ്മിറ്റർ ആണ് വന്നേക്കണം. സംഭവം അത്യാവശ്യം കൊള്ളാം. വണ്ടി നമുക്കൊന്ന് പുറത്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ. അതെ, ഓ വാവ്, അത് പൊളി സാധനം. അത് ഈ പാക്കറ്റൊക്കെ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇതാണ്ട് അത് ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലാട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരു യൂണീക്ക് സ്റ്റൈലല്ലേ സാധനം. അതിൻ്റെ അകത്തുനിന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ വണ്ടി എടുക്കാൻ വാവ്, ഇതാണ് മോനെ സാധനം കേട്ടാ. ഇതാണ് വണ്ടി. എന്താ ലുക്ക് നോക്കി, ഒരു ഹൈപ്പർ കൊണ്ടൊക്കെ ലുക്ക് ഉണ്ട്. പക്ഷെ സാധനം എങ്കിലും അട്ടാറ് ഗ്രാഫിക്സ് ഒക്കെയാണ് ചെയ്തേക്കുന്നത് ടൈമാര്. ഒരു രക്ഷയില്ല സംഭവം. ഓ നൈസ് പൊളി. ഇത് നമുക്ക് ഇങ്ങനെ ഇത് പുള്ളി ചെയ്താൽ മതി കേട്ടോ. ഇതൊന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോഡി ഷെല്ല് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ആ മോഡല്ല കണ്ട. ഇതിന്റെ ടോപ്പ് നോക്കിയേ. ഹോഷി എന്നാണ് കേട്ടോ ബ്രാൻഡിന്റെ പേര്. അവർ നല്ല അടിപൊളി സർവീസാണ്. ഞാൻ ഡയറക്റ്റ് ഇത് ഫാക്ടറി ആയിട്ട് ഡയറക്റ്റ് ചെയ്താണ് സംഭവം എടുത്തത്. പിന്നെ ഇത് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിലൊക്കെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ബോക്സിൽ വേണ്ട നമുക്ക് കുറച്ച് സ്ക്രൂ ഡ്രൈവേഴ്സും അതിൻ്റെ ബാക്കിയുള്ള ആക്സസറീസും വരുന്നുണ്ട്. പിന്നെ മറ്റേ യൂസർ മാനുവൽ ആസ് യൂഷ്വൽ നമുക്ക് എല്ലാ വണ്ടിക്കും കിട്ടണ പോലെ സ്റ്റിക്കേഴ്സും അതെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ വണ്ടീനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. പാക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. വേണ്ട പിന്നെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ബോഡി നമുക്ക് വെറുതെ ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാം. ഇത് വേണ്ട ബോഡി ഇങ്ങോട്ട് എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് സംഭവം ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചല്ലേ വണ്ടി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഫുൾ സ്ട്രക്ചർ തന്നെ. സംഭവം ബേസ് പ്ലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഫൈബറിലാണ് ചെയ്യണം. ഹെവി ഡ്യൂട്ടിയാണ്. നമുക്ക് എത്ര ഫ്ലിപ്പ് ചെയ്താലും എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. വണ്ടി നല്ല ഡ്യൂറബിൾ ആണ് കേട്ടോ. അടിപൊളിയാണ് സാധനം. പിന്നെ അതെ ഇതിൻ്റെ സസ്പെൻഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള സംഭവം എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ആണ് ഒരു ഇപ്രാവശ്യം കൊടുത്തേക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്വിങ് ആം, ഇതിൻ്റെ സ്വിങ് ആം ഒന്ന് ഒഴിക്കുമോ. സ്വിങ് ആം പുള്ളി ഐറ്റമാണ്. അപ്പോൾ സ്വിങ് ആം ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി നമ്മളിങ്ങനെ ഓടുമ്പോഴേക്ക് ഇങ്ങനത്തെ ഒരു ഫീൽ കിട്ടും. പിന്നെ എന്താണ് ESC ഹോബി വിങ്ങിൻ്റെ ESC ആണ് കൊടുത്തേക്കണം. പിന്നെ മോട്ടർ അതെല്ലാം പൊളി ഐറ്റം. പിന്നെ ബാറ്ററി ഒന്ന് ഞാൻ പടയൊന്നും പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. ബാറ്ററി ഒന്ന് കാണിച്ചു തരാം. ബാറ്ററി 3S ബാറ്ററി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2200 mAh 35C ബാറ്ററിയാണ്. 11.1 വോൾട്ട് ആണ്. 3S ബാറ്ററി നമുക്കറിയാമല്ലോ. സംഭവം ഇത് പവറുണ്ട്. ഇനി ഒന്ന് ബാറ്ററി കണക്ട് ചെയ്തിട്ട് വണ്ടി ഒന്ന് ഓൺ ആക്കിയിട്ടില്ലേ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എന്നിട്ട് അതിൻ്റെ റിവ്യൂ അറിയാം. പിന്നെ ഇത് ഒരു കണക്ടർ അടക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെറ്റലിൻ്റെ ആണ് സംഭവം. കാരണം വണ്ടി എത്ര ഫ്ലിപ്പൊക്കെ ചെയ്താലൊന്നും കുഴപ്പമില്ല. പിന്നെ ഓരോ പീസും. പിന്നെ ഇതിൽ വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വീലിൻ്റെ ഡയറക്ഷൻ നമുക്കില്ലേ നെഗറ്റീവും പോസിറ്റീവും ആക്കാൻ പറ്റും കേട്ടോ. ഡ്രിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാൻ ഇരിക്കാൻ പിന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടീസൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊന്ന് ഓടിച്ചു നോക്കിയാൽ ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഈ ബ്ലാക്ക് വെയറും കറക്റ്റ് സെയിം അല്ലെങ്കിൽ ഇല്ലേ വണ്ടി വെക്കുമ്പോൾ തന്നെ പട്ടയെന്നും പറഞ്ഞങ്ങാട്ട് കത്തി അങ്ങോട്ട് പോകട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഈ സാധനം നേരെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ആയിട്ട് ഓൺ ഓഫ് സ്വിച്ച് വന്നാ നേരെ വണ്ടി ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ബാറ്ററി ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ട്രാൻസ്മിറ്റർ ആണ്. ട്രാൻസ്മിറ്റർ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഐ തിങ്ക് ഇതിപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. യെസ്, വണ്ടി കണക്റ്റ് ആയിട്ടുണ്ട്. ഓ വാവ്. ഇനി നേരെ ബോഡി എടുക്കുക, നേരെ ബാക്കിലേക്ക് അങ്ങോട്ട് നമുക്ക് കണക്ട് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ്. എന്നിട്ട് നമുക്ക് ഒന്ന് പവറൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനെ കണക്ട് ചെയ്യാണ്ട് വെച്ച് പിന്നെ അങ്ങോട്ട് നേരെ വെച്ച്
ഓക്കെ, വണ്ടി വേറെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന്റെ വേറൊരു സംഭവം കാണിച്ചു തരാട്ടാ. ഇതിപ്പോ ബാറ്ററി എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പവർ ഒന്ന് കാണിച്ചു തരാട്ടാ. എന്താ ടയർ നോക്കിക്കോട്ടെ, റബ്ബർ ടയറാണ്. ഇതിന്റെ പവർ അറിയണമെങ്കിൽ ആ ടയറിൽ നോക്കി അറിയാൻ പറ്റൂട്ടോ. നോക്കിക്കോ, ഇത് ടയർ കുറെ ബൾജ് ചെയ്ത് വരും അടിക്കുമ്പോ. എന്താ ഒരു രക്ഷയില്ലാത്ത ടയറാണ്. വണ്ടി ഓണായിട്ടുണ്ട്. സാധനത്തിനൊന്ന് വെറുതെ ഇട്ടിട്ടൊന്ന് വേണ്ട.